ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ കേരള ലഞ്ച് മെനുവിൻ്റെ വീഡിയോസ് ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിലെ 20ാമത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ മെനു എന്ന് പറയുന്നത് മഷ്റൂം അല്ലെങ്കിൽ കൂൺ ഉപയോഗിച്ചുള്ള ഒരു തീയൽ, മത്തങ്ങ കൊണ്ടൊരു പച്ചടി, പിന്നെ പാവയ്ക്ക അല്ലെങ്കിൽ കായ്പയ്ക്ക കൊണ്ടൊരു മെഴുക്ക് വരട്ടി. ഇതാണ് ഇന്നത്തെ മെനു. സിമ്പിൾ റെസിപ്പീസ് ആണ്, പക്ഷേ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം തീയൽ ഉണ്ടാക്കി തുടങ്ങാം. അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയത് ഒരു ചീനിച്ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് ചോക്കുന്നവരെ വറുത്തെടുക്കാൻ പോവാണ്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനും മറക്കരുത്. അപ്പോൾ തേങ്ങ വറക്കുന്നതിൻ്റെ സമയം കൊണ്ട് നമുക്ക് മത്തങ്ങ പച്ചടിക്ക് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് മത്തങ്ങ ഇങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ മത്തങ്ങ വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. അപ്പം അതൊരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കിടന്ന് തിളക്കട്ടെ. ഇവിടെ തേങ്ങ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിൽ തന്നെ ഈ പൊടികളൊക്കെ ഒന്ന് ചൂടാവുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ എല്ലാം വറുത്ത് നന്നായിട്ട് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്തിട്ടുണ്ട്. ഈ മിക്സ്ചർ നമുക്കൊന്ന് നന്നായിട്ട് തണുപ്പിച്ചിട്ട് മിക്സിയിൽ വെണ്ണ പോലെ അരച്ചെടുക്കാം. അപ്പോൾ മത്തങ്ങ അവിടെ വെന്തുകൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് നമുക്ക് പച്ചടിക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് തേങ്ങ, ചെറിയുള്ളി, പച്ചമുളക്, കടുക് ഇത്രയും ഞാൻ മിക്സിയിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പം മത്തങ്ങ ഇങ്ങനെ തൊടുമ്പോൾ ഫേമായിരിക്കണം, പക്ഷെ എന്നാൽ ഉള്ളിന്ന് വെന്തുണ്ടാവണം, വല്ലാണ്ട് ഉടഞ്ഞു പോകാണ്ട് നോക്കണം. അപ്പം നമ്മുടെ മത്തൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ തീരെ വെള്ളമില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ തേങ്ങ ഒന്ന് ചെറുതായിട്ട് തിളയ്ക്കുന്നവരെ ചെറിയ തീയിൽ വെക്കാം. ആ സമയം കൊണ്ട് ഞാൻ തൈര് മിക്സിയിൽ ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ തൈര് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് തൈരൊന്ന് ചൂടാവുന്നവരെ അതൊന്ന് അടുപ്പത്തിരുന്നോട്ടെ. ഞാനിവിടെ പച്ചടിക്ക് വറുത്തിട്ടുണ്ട്. അത് കടുക്, മുളക്, കരിവേപ്പില, വെളിച്ചെണ്ണ ഇത്രയും ഉപയോഗിച്ചിട്ടാണ് ഞാൻ വറുത്തിട്ടിരിക്കുന്നത്. അത് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മത്തങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് പാവയ്ക്കയുടെ മെഴുക്ക് വരട്ടി റെഡിയാക്കാം. അതിനായിട്ട് പാവയ്ക്ക, പച്ചമുളക്, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ഞാൻ ഈ ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പാവയ്ക്ക വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പുറത്ത് ഞാൻ തീയലിന് റെഡിയാക്കാണ്. അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും ചേർത്ത് കടുക് പൊട്ടിച്ച് ഉലുവ ഒന്ന് ചോക്കുന്ന വരെ വെയിറ്റ് ചെയ്തു. ഇനി ഇതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി എന്നിവ ചേർത്തിട്ട് ഉള്ളി കളറൊന്ന് മാറുന്ന വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ബട്ടൺ മഷ്റൂം ഇങ്ങനെ കട്ട് ചെയ്തത് ചേർക്കാം. ഇത് കുറച്ചു നേരം ഒന്ന് നന്നായിട്ട് വഴറ്റണം. ഇതിലുള്ള വെള്ളമൊക്കെ പോയിട്ട് മഷ്റൂമിൻ്റെ ക്വാണ്ടിറ്റി നല്ലോണം കുറഞ്ഞു വരുന്ന വരെ നമ്മളതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ പാവയ്ക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട്
ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. ചെറിയ തീയിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ മഷ്റൂം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ തീയലിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി മഷ്റൂം ഈ മസാലയിൽ കിടന്നിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഇതിൽ തീരെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് കയ്പ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. വെളിച്ചെണ്ണ ആവശ്യമാണെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ തീയൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പുളി നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കുതിർത്തിയിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ സ്റ്റേജിൽ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഒരു 5 മിനിറ്റ് നേരം കൂടി ഇത് നന്നായിട്ട് തിളക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഞാൻ കയ്പ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്കേനെ ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ ഇതിൽ കാണാം ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് ക്രിസ്പായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ക്രിസ്പി ആക്കണോ അത്രയും നേരം ഇത് അടുപ്പത്ത് വയ്ക്കാം. ഇവിടെ തീയിൽ നല്ലോണം തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വെള്ളം ഒഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ചൂടുവെള്ളം ഒഴിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ തീയിൽ എണ്ണ തെളിഞ്ഞ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയാണ്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇവിടെ കയ്പ്പയ്ക്കയും അല്ലെങ്കിൽ പാവയ്ക്കയും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത്രയും മൊരിയിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മെനു ഇന്നത്തെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.